എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് നമ്മുടെ വീടുകളിൽ മസാല ചായ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതുവരെയും ഇതുപോലൊരു ചായ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാനായിട്ട്. ആദ്യമായിട്ട് മസാല ചായ ഉണ്ടാക്കുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോയും വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് മസാല ചായ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും 1/2 ലിറ്റർ പാലാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ പാല് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് ചായ തയ്യാറാക്കാനായിട്ട് 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഞാനിന്നൊരു 6 ഗ്ലാസ് ചായയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിട്ടുള്ള 2 കപ്പ് പാലിന് ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. നമ്മളെടുത്തിട്ടുള്ള ചായ ഒഴിക്കാനുള്ള കപ്പ് ഇതാണ് കേട്ടോ അളവെടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിനാണ് ഞാനിവിടെ 6 ഗ്ലാസ് ചായ തയ്യാറാക്കുന്നത്. ഇന്നത്തെ മസാല ചായക്കായിട്ട് ഞാൻ കുറച്ച് ചേരുവകൾ എടുത്തിട്ടുണ്ട്. 1 കഷ്ണം ചുക്ക്, ഒരു ചെറിയ തക്കോലം, ഒരു 2 കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 3 ഗ്രാമ്പു, ഒരു 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് കുരുമുളക്, ഒരു 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, 5 ചെറിയ ഏലക്ക, 2 ചെറിയ ബേ ലീഫ്. നിങ്ങളുടെ കൈവശം ചുക്ക് ഇല്ലെങ്കിൽ ഇഞ്ചി എടുത്താലും മതിയാകും. ഇപ്പോൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ഇടികല്ലിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ മസാലകൾ ഞാനിതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന പാലിലേക്ക് മസാലകൾ ചേർക്കാം. ഇനി നമുക്ക് ഈ പാലൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നല്ലൊരു ചായയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കട്ടൻ ചായയാണ് തയ്യാറാക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പാലിലാണ് ഈ ഒരു മസാല ചായ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഈ ഒരു സമയത്ത് പാലിലേക്ക് പഞ്ചസാര ചേർക്കരുത്. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്താണ് പാല് തിളപ്പിച്ചെടുക്കുന്നത്. പാല് നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും ഞാനിതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കും. 1 ഗ്ലാസ് ചായക്ക് 1 ടീസ്പൂൺ എന്ന അളവിലാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇതൊരു 6 ഗ്ലാസ് അളവുണ്ട്. അപ്പോൾ ഞാൻ 6 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലതായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് ചെറുതായിട്ടൊക്കെ ഒന്ന് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചുകൂടെ വെച്ച് കൊടുക്കണം. ഇനി ചെറിയ തീയിലിരുന്ന് ഒരു 2 മിനിറ്റ് നേരം പാല് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. പാലിലേക്ക് ആ ഒരു ഫ്ലേവർ എല്ലാം ഇറങ്ങി കിട്ടും. പാല് തിളപ്പിക്കുമ്പോൾ മൂടി വെച്ച് കൊടുക്കരുത്. കാരണം പാല് പെട്ടെന്ന് തന്നെ പൊങ്ങി താഴെ വീഴാൻ സാധ്യതയുണ്ട്. ചെറിയ തീയിലിരുന്ന് പാല് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പാത്രം ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പൊക്കി അതിൻ്റെ ആ ഒരു പദം ഒന്ന് മാറ്റി കൊടുക്കണം. അതിനുശേഷം വീണ്ടും നമുക്ക് അടുപ്പിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്തും ചെറിയ തീയിൽ വെച്ച് തന്നെയാണ് പാല് തിളപ്പിച്ചെടുക്കുന്നത്. മസാലകളൊക്കെ നല്ലപോലെ പാലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചായപ്പൊടി ചേർക്കാം. ഞാൻ 1 കപ്പ് ചായക്ക് 1 ടീസ്പൂൺ എന്ന അളവിലാണ് ചായപ്പൊടി ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കടുപ്പത്തിന് ആവശ്യമായ ചായപ്പൊടി എടുക്കാവുന്നതാണ്. ചെറിയ തീയിലിരുന്ന് പാല് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതുപോലെ അടിച്ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പാല് അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മുടെ പാലിവിടെ തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചായപ്പൊടി ചേർക്കാം. നിങ്ങളെടുക്കുന്ന ചായപ്പൊടിയുടെ കടുപ്പം അനുസരിച്ചായിരിക്കണം നിങ്ങൾ ഇതിലേക്ക് ചേർക്കാനായിട്ടും. അങ്ങനെ 5 ടീസ്പൂൺ അളവിൽ ചായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാട് ചായ തിളപ്പിച്ചെടുക്കില്ല. ചായപ്പൊടി ഒരിക്കലും ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി 1 മിനിറ്റ് നേരം ചായ ഇതുപോലെ തന്നെ അനക്കാതെ വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ ചായ 1 മിനിറ്റ് നേരം ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ചായ ഇളക്കി നോക്കാം. നല്ല കടുപ്പമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചായ ഒന്ന് അരിച്ചുകൂടി എടുക്കണം. ചായ പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് 2-3 തവണ ഇതുപോലെ ഒന്ന് ഹൈറ്റിൽ താഴേക്ക് ഒഴിച്ചു കൊടുക്കാം. ചായയിൽ നല്ല ബബിൾസ് വരുമ്പോഴാണ് ചായയുടെ ആ ഒരു പ്രധാന ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതും. ഇനി നമുക്ക് ഈ ചായ ഒന്ന് പൊക്കി ഒഴിച്ചു കൊടുക്കാം. 2-3 തവണ പാത്രത്തിലേക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ധാരാളം ബബിൾസ് എല്ലാം നമ്മുടെ ചായയിൽ വരുന്നത്. ആ ഒരു ബബിൾസോടുകൂടെ ചെറിയ ചൂടിൽ ചായ ഊതി കുടിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ള കൂട്ടുകാരെ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോകൾ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.